എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മമ്മൂക്കയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അച്ഛൻ ഈ രണ്ടെണ്ണമൊക്കെ അടിച്ച് വരുന്ന സമയത്ത് അച്ഛനെ ഞങ്ങളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പടം ഇറങ്ങിയിട്ടുണ്ടാ അടിപൊളി എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ എനിക്കും മോനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്, പിന്നെ എന്ത് ഇന്ത്യയിലാണ്, എവിടെ ഇന്ത്യയിൽ, ഹിന്ദിയിലൊന്നും ഇല്ല. അപ്പം അച്ഛൻ ഭയങ്കര ദേഷ്യം കയറും ഇങ്ങനെ. ഞാൻ പറഞ്ഞ അച്ഛ തമാശ പറഞ്ഞില്ല, ഇല്ലില്ല നീ തമാശ ഒന്നും പറഞ്ഞല്ല, നമ്മളെ മമ്മൂട്ടി വേണ്ടി വന്നില്ലടാ നിന്നെ സിനിമയിൽ എടുക്കാൻ. പരിപാടിയൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അച്ഛൻ ചുമ്മാ പറയും ഒരു കറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൻ ഗംഭീരമായിരുന്നു, പക്ഷെ നല്ല പരിപാടി ആയിരിക്കും കേട്ടോ അത്. അച്ഛൻ സ്വയം നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ടിരിക്കും. ലണ്ടനിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, 5 സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞിട്ട് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. എന്നെ വിളിച്ച് ഞാനങ്ങ് പോയി. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എവിടെയാണ് പോയത്. ഈ മാറ്റി നിർത്തുന്നു എന്ന് പറയണുണ്ടല്ലോ ചിലർ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ കറുപ്പ്, ജാതി, മതം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എന്നോട് ആരും കാണിച്ചിട്ടുമില്ല. ഈ ചോട്ടാ മുംബൈ ഇപ്പം എടുക്കുന്ന സമയത്ത് എനിക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി സംസാരിക്കുന്ന സിനിമകളുടെ ഒരു സിനിമയാണ്. ഈ റീ റിലീസ് ട്രെൻഡിങ് ആവുന്ന സമയത്ത് ആളുകൾ ആഗ്രഹിക്കുന്ന റീ റിലീസിൽ ചോട്ടാ മുംബൈ വരുന്നുണ്ട്. എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്, നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഈ വേണ്ടേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ചോട്ടാ മുംബൈ ഇപ്പൊ ഒരു 2024 ഇരുന്ന് റീകളക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അതൊരു സ്പെഷ്യൽ ആവുന്നുണ്ടോ, എന്താ അതിന്റെ ഒരു? അല്ല, ഈ പറഞ്ഞ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് കുറച്ച് സിനിമകളുണ്ടല്ലോ, അതിൽ എനിക്ക് തോന്നുന്നു ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ചോട്ടാ മുംബൈ ആണെന്ന് തോന്നുന്നത്. അത് ഇനിയിപ്പോൾ രണ്ടാമത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് രണ്ടാമത് ഇത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പം അതുപോലെ വരികയാണെങ്കിൽ എനിക്ക് നന്നായിരിക്കും. ലാലേട്ടനൊക്കെ തകർത്ത്. ഭയങ്കര ഒരു മോഹൻലാൽ ഫാനും അല്ലേ, ഭയങ്കര ഒരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻ. ഞാൻ നേരത്തെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങളെല്ലാം ഞാൻ കാണും, മമ്മൂക്കടയും കാണും കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇഷ്ടം ലാലേട്ടനായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മമ്മൂക്കയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അച്ഛൻ ഈ രണ്ടെണ്ണമൊക്കെ അടിച്ച് വരുന്ന സമയത്ത് അച്ഛനെ ഞങ്ങളെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പടം ഇറങ്ങിയിട്ടുണ്ടാ അടിപൊളി എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ എനിക്കും മോനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്, പിന്നെ എന്ത് ഇന്ത്യയിലാണ്, എവിടെ ഇന്ത്യയിൽ, ഹിന്ദിയിലൊന്നും ഇല്ല. അപ്പം അച്ഛൻ ഭയങ്കര ദേഷ്യം കയറും ഇങ്ങനെ. അപ്പോൾ അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ട് അങ്ങനെ. അപ്പോൾ നല്ല പടമൊക്കെ വരുമ്പോൾ അതൊന്ന് പോയി കാണണ്ടാ, മമ്മൂട്ടിയുടെ പടം ഇറങ്ങിയിട്ടുണ്ട്, നീ ഒന്ന് പോയി കാണും കേട്ടാ. അപ്പോൾ ഞാൻ പറയും ഡാൻസ് കളിക്കില്ല മമ്മൂക്ക. ആര് പറഞ്ഞു? അത് കളിക്കും, ഇപ്പോഴത്തെ സിനിമയിൽ ഡാൻസ് വേണ്ടാണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മമ്മൂക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഈ പോത്തം രാവ ഷൂട്ടിങ് തുടങ്ങി എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് പോയി റിലീസ് ആകുമ്പോൾ തന്നെ ദുബായിലായിരുന്നു. ഇപ്പോൾ ദുബായിൽ നിന്ന് അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാവരും കൂടി പോയി സിനിമ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നമ്മൾ മുഗൾ തിയേറ്റർ ഉണ്ട് കൊടുങ്ങല്ലൂർ, അച്ഛനും അമ്മയും വൈഫ്, മക്കൾ, അനിയന്മാരുടെ വൈഫ് എല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് സിനിമ കൊണ്ട് നിറച്ച ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മമ്മൂക്കയാണോ മോഹൻലാലാണോ നല്ലത്? ഞങ്ങളുടെ മമ്മൂക്ക, എൻ്റെ മമ്മൂക്ക നീ രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞാലേ എനിക്ക് സങ്കടം വന്നു കേട്ടത് കേട്ടപ്പോ. അച്ഛനെ ലൈഫിന്റെ പാർട്ടാണല്ലോ മമ്മൂട്ടി എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഇപ്പം എങ്ങനെയുണ്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛ തമാശ പറഞ്ഞല്ലേ, ഇല്ലില്ല നീ തമാശ ഒന്നും പറഞ്ഞല്ല, നമ്മളെ മമ്മൂട്ടി വേണ്ടി വന്നില്ലടാ നിന്നെ സിനിമയിൽ എടുക്കാൻ. അത് അച്ഛൻ ശരിക്കും ഇപ്പൊ ഒരു ബിജുചേട്ടൻ്റെ ഒരു സ്ക്രീനിലെ പെർഫോമൻസ് ഒക്കെ കണ്ടുകണ്ടേ, ഇപ്പൊ പോത്തമാവട്ടെ ചോട്ടമാവട്ടെ മറ്റേ സിനിമകൾ, അച്ഛൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുള്ള? അച്ഛനൊക്കെ കാരണം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു കലാപരമായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പോണതൊക്കെ. അച്ഛൻ നേരത്തെ ഞങ്ങൾ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ കാണാൻ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നിട്ട് അപ്പം ഞാനാണ് ഇത്തിരി സെൻട്രലൈസ് ചെയ്യുന്ന കളിക്കുന്ന ആൾ ഞാനാണ്. മാട്ടപ്പരിപാടി, ചെറിയ പരിപാടി. അപ്പം അച്ഛൻ ചോദിക്കും ഈ ആളുകളോട്, ആ കറുത്ത പയ്യൻ കൊള്ളാം അല്ലേ, അവൻ അടിപൊളിയാ.
ഹാപ്പി ആയി, അച്ഛൻ happy ആയി. പിന്നെ പോരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അച്ഛൻ ചുമ്മാ പറയും, ഒരു കറുത്തൊരുത്തരുണ്ടായിരുന്നു കേട്ടോ, അവൻ ഗംഭീരമായിരുന്നു, പക്ഷെ നല്ല പരിപാടി ആയിരിക്കും കേട്ടോ അത്. അച്ഛൻ സ്വയം നമ്മളെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സിനിമയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴും പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതും തന്നെയല്ല, മമ്മൂക്കടോടെ വരെ ഇപ്പൊ എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചോളൂ, എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. 5 സ്റ്റാർ തട്ടുകട അത് കരിയറിൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അതായത് ഓൺ നെയിമിൽ തന്നെ സ്ക്രീനിൽ ബിജുക്കുട്ടനായിട്ട് തന്നെയാണല്ലോ അവിടെ വരുന്നത്. അത് ഈ മൾട്ടിപ്പിൾ എപ്പിസോഡുകളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിലൊരു സിനിമ പോലെയല്ല അതിന്റെ സെറ്റപ്പ് വരുന്നത്. അതിന്റെ സെറ്റിങ്ങിലാണെങ്കിലും പെർഫോമൻസിലൊക്കെ ആണെങ്കിലും വേറെ തരത്തിലാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഈ 5 സ്റ്റാർ തട്ടുകടയെ ഇപ്പൊ റീകൾട്ട് ചെയ്യുമ്പോൾ അത് സിനിമയിലോട്ടുള്ള ഒരു ഫ്യൂവൽ എന്നതിനപ്പുറത്തേക്ക് ബിജുക്കുട്ടൻ എന്നൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു മിമിക്രി കലാകാരൻ, പെർഫോമർ ശരിക്കും എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റിയാലിറ്റി ഷോകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അത് ഏഷ്യാനെറ്റിലായതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഇരിക്കുമായിരുന്നു. അത് മമ്മൂക്ക കണ്ടിട്ടുണ്ട്, മമ്മൂക്ക കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബെന്നിച്ചേട്ടൻ കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ, അതായത് ലാൽ ക്രിയേഷൻസിൽ പുള്ളിയും കണ്ടിട്ടുണ്ട്. അപ്പം അതുവഴിയാണ് നമുക്ക് സിനിമയിലോട്ട് വിളിക്കണത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 5 സ്റ്റാർ തട്ടുകടയിൽ വെച്ച് തന്നെ ഞാൻ ഒരുപാട് ഇനോഗ്രേഷനും അതുപോലെ തന്നെ എന്താണ് പറയുക, ഒരു എന്താ ചെറിയൊരു സ്റ്റാർ പോലെയൊക്കെ ആയിരുന്നു നമ്മളെ കാണാനും. നമ്മൾ ലണ്ടനിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് 5 സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. എന്നെ വിളിച്ച് ഞാനങ്ങ് പോയി. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എവിടെയാണ് പോയത്. അതേ ഒറ്റക്കാണേ, നേരെ പോവാണ്. മലയാളം വേറെ ഒന്നും സംസാരിക്കില്ല. എവിടെയൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ അവിടെയൊക്കെ എവിടെ എന്തൊക്കെ പറഞ്ഞ അവർക്കും തോന്നി വിട്ടാക്ക. ഞാൻ ധൈര്യമായിട്ട് പോയി അവിടെ പോയി അതൊക്കെ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല, അത് കളയാൻ പറ്റൂല, പേടിയാണെന്ന് പറഞ്ഞത്. മമ്മൂക്ക എന്നോട് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ തന്നെ അഭിനയിക്കണം, പക്ഷെ ജോഷിയുടെ കാര്യം ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് ജോഷി സാറ് നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ബൈക്ക് എടുത്തിട്ട് എന്നെ ഒരു കൺട്രോളർ ജോഷി സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. വീടിൻ്റെ അടുത്തെത്തിയപ്പോഴും ഒരു കാറ് അങ്ങോട്ട് പോയി, ജോഷി സാറിൻ്റെ കാർ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ കണ്ട് പുള്ളിനാ, ജോഷി സാറാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ജോഷി സാറ് പോയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന, നമുക്ക് ഇവിടെ നിൽക്കാം, ചിലപ്പോൾ വരികയായിരിക്കും. ഇപ്പം മതിലിൻ്റെ അപ്പുറത്തെ റോഡിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി സാറിൻ്റെ വൈഫ് എനിക്കൊന്ന് ക്യാമറ ഉണ്ടെന്നാണ് കണ്ടിട്ട് വാ അങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു എന്നോട്. അവൻ നമ്മൾ ഞെട്ടിപ്പോയി, ഇതെന്താണ്. അപ്പോൾ കയറി ഇരുന്ന് സാറ് ഇപ്പോൾ വരും കേട്ടോ. സാറ് ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറ് കയറി ഇങ്ങനെ വന്നപ്പോഴേക്കും ഇവിടെ ഹൃദയമൊക്കെ ഇടിച്ചു തുടങ്ങി. അവിടെ ഞാൻ എഴുന്നേറ്റ് നിന്ന്. അപ്പം മറ്റേ പുള്ളി എന്നെ പറഞ്ഞ് സാറേ ഇതാണ് ബിജുക്കുട്ടൻ. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി പോയി. കാരണം എൻ്റെ മനസ്സിൽ ഷൂട്ടിങ്ങിൻ്റെ നിന്ന് കളിക്കണ പരിപാടി പേടിയൊന്നുമല്ല. ഈ ഫ്രെയിമിലൊക്കെ ഈ 2 പേര് നിൽക്കുമ്പോൾ ഇപ്പം സലീം കുമാർ അശോകൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഉണ്ട്. പക്ഷെ ഞാനെന്ന് പറയുമ്പോൾ മമ്മൂക്ക് അത്രയും പൊക്കോ, എനിക്ക് എൻ്റെ മനസ്സിൽ അതൊക്കെയാണ്. പുള്ളി ഇങ്ങനെ നോക്കുകയും ചെയ്തത്. ഞാൻ കരുതി പടി വാളിയെന്ന് കരുതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് എടാ ഇതെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുള്ളി ആ നോട്ടത്തിൽ വേറെ ഒന്നും പറഞ്ഞില്ല. ശരി പൊയ്ക്കോന്ന് പറഞ്ഞോട്. ഒരുപാട് തവണ റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ ശരിക്കും, അതായത് ശബ്ദം, പെർഫോമൻസ്, കിട്ടുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ അതൊരു ഒരു പോയിന്റ് സർവൈവലാണ്. നമുക്ക് സിനിമകൾ വേണം ജേർണിയില്. ഇത് ബാക്ക് ടു ബാക്ക് റിപ്പീറ്റ് ആയി കഴിയുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരു ബിജുക്കുട്ടൻ എന്ന ആക്ടർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ടോ? ഞാൻ ഇനി എന്താ പുതിയത് ചെയ്യണ്ടേ? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും? ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷത്തിനൊക്കെ മുമ്പ്, ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് ഒട്ടുമില്ലെന്ന് പറയാം. കൊറോണക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2013-12 ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ
ഈ മാറ്റി നിർത്തുന്നു എന്ന് പറയാനുണ്ടല്ലോ ചിലവർ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ കറുപ്പ്, ജാതി, മതം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എന്നോട് ആരും കാണിച്ചിട്ടുമില്ല. ഇപ്പം ഇവിടെ വന്ന് പറയുന്ന ആളുകൾക്ക് അനുഭവം ഉണ്ടാവട്ടെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഈ നമ്മളെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണത് നമ്മൾ ആവർത്തന വിരസത കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഓവർ യൂസ് ആയിട്ടുണ്ടാകും നമ്മൾ. അപ്പം അത് നമ്മളെ തന്നെ ഒരു നെഗറ്റീവാണത്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ കുറച്ച് പടം കുറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കറുത്താണ് ഇന്ന ജാതിയാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക തുടങ്ങി ലാലേട്ടൻ എല്ലാവരെയും അധിക്ഷേപിക്കുന്ന പോലെ പോകുന്നത്. കാരണം ഇപ്പം 18 വർഷമായിട്ട് നമ്മൾ സിനിമയിൽ നിൽക്കുകയല്ലേ. ഇപ്പം സിനിമ കുറവാണെന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക ഒന്നുമല്ല. കാരണം ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരിക്കലും അങ്ങനെയൊന്നും എന്നോട് ആരും പെരുമാറിയിട്ടുമില്ല. അങ്ങനെ ഒരു ജാതി അല്ലെങ്കിൽ കറുത്ത അങ്ങനെ ഞാൻ പറയണത് എൻ്റെ ഈ ഓവർ യൂസ് അല്ലെങ്കിൽ നമ്മൾ പഴയത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാറ്റി ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല ഒന്നും. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടിച്ചു പൊളിക്കുമെന്നല്ല പറയണത്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിക്കിട്ടിരിക്കുന്നത് ഇതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു വിട്ട് നമുക്ക് വലിയ ബാങ്ക് ബാലൻസോ അച്ഛൻ വലിയ ജോലിക്കാരനൊന്നുമില്ല. നമുക്ക് എന്താണ് ഈ അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ നമുക്ക്. ഏത് വന്നാലും എന്ത് വന്നാലും മതമുള്ളെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യണം അത്. ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ല എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചെയ്യും, കാത്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ അനുഭവം മിമിക്രിയൊന്നും ഉണ്ടായിട്ടില്ല. ടിനിയൊക്കെ ആയാലും നമ്മളെ ബൂസ്റ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളൂ. ഒരിക്കലും കുറേ കൗണ്ടറൊക്കെ പറഞ്ഞാലും ടിനിയൊക്കെ അത് നീ പറഞ്ഞാൽ മതി, നീ പറഞ്ഞാലേ ഉള്ളൂ. അന്നേരത്ത് നമ്മുടെ ഒരു മാറ്റി നിർത്തലൊന്നുമില്ല. അവർ നമ്മുടെ സക്സസിന് അതെ 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 അതെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല. ഇങ്ങനെ ഇപ്പൊ ഒരു ആക്ടർ ഇങ്ങനെ പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ഓവർ യൂസ്ഡ് ആയി എന്നുള്ള ധാരണ അത് കിട്ടാന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അല്ല അത് ഞാനത് നമ്മളാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ചോട്ടാ മുമ്പേ പോത്തൻ ബാബു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരുപാട് ഇൻ്റർവ്യൂസ് വരുമല്ലോ. അപ്പം അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, വലിയ ചാനലിൽ. അപ്പം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് സിനിമ എന്ന് പറയുന്ന ഭാഗ്യമാണ്. ആ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയാണത്. എന്നിലും കഴിവുള്ള ഒരുപാട് മിമിക്രി കലാകാരന്മാർ അഭിനയിക്കാനും അതുപോലെ മിമിക്രി ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പുറകിലിപ്പുണ്ട്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അവരൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് മാറിക്കൊടുക്കേണ്ടി വരും. നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഇത് നോക്കിയാൽ അറിയാം. പക്ഷെ അന്ന് അത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ടെൻഷനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണത് അല്ല നമ്മൾക്ക് തന്നെ അറിയാലോ, അയ്യോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മളുടെ ഒരു കാര്യം, നമ്മുടെ നെഗറ്റീവ് നമ്മൾ തന്നെ അറിയുക, അതാണ്. സിനിമാറ്റിക് ജേണിയിൽ എനിക്ക് തോന്നി ബേസിൽ എന്ന മേക്കറുടെ കൂടെയുള്ള അസോസിയേഷൻ, അതിപ്പോൾ കുഞ്ഞിരാമായണാവട്ടെ, ഗോതയാവട്ടെ, മിന്നൽ മുരളിയാവട്ടെ, ഈ ക്യാരക്ടേഴ്സിന് നല്ല ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭീകരനെ കയറി വരും. ഭീകരൻ ചിലപ്പോൾ ആ പൂട്ട് ലോക്ക് ചെയ്യുന്ന ഞാൻ മനസ്സിലേക്ക് വരുന്നത്. ഗോത പറഞ്ഞു കഴിഞ്ഞാൽ കൊലമച്ചാന്റെ ഈ ക്ലബിൽ നിൽക്കുന്ന കുട്ടിക്ക് എന്താ പൈസയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, ആ മൊമെന്റ് പെട്ടെന്ന് കയറിയായിരിക്കും. മിന്നൽ മുരളി പെട്ടെന്ന് ഓടിക്കഴിയുമ്പോൾ ഓട്ടോന്റെ സൈഡിൽ നിൽക്കുന്ന സീക്വൻസ്. അതായത് ആക്ടർക്ക് അവിടെ ഒരു ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്. ഈ ബേസിൽ എന്ന ഫിലിം മേക്കർ ശരിക്കും എങ്ങനെ കാണുന്നത് ഈ കരിയറിൽ ഈ ഒരു പോക്കിൽ? ആ ബേസിൽ ഞാൻ ചുരുക്കം ചിലവരോട് മാത്രമേ വിളിച്ച് ചാൻസ് എന്ന് പറയുക, അടുത്ത പടം നമുക്കെപ്പോഴാണ് എന്നൊക്കെ ചോദിക്കാൻ ഉള്ളൊരു ഫ്രീഡം ഈ ബേസിലിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ഞാൻ വിളിക്കാറുള്ള ആളുകൾ ബേസിൽ, അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ മാനുവൽ, പിന്നെ നമ്മുടെ ജിതിൻ ഉണ്ടല്ലോ ഇപ്പോൾ ജിതിൻ, ഇവരെ ഇത്രയും പേരൊക്കെ ഞാൻ വിളിക്കാറുള്ളൂ. നമ്മുടെ പടം എപ്പോഴാണ് തുടങ്ങണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ ആരെയും വിളിച്ചിട്ടുള്ള പരിപാടിയും പിന്നെ എടുത്ത് പോയിരിക്കുക, അവിടെ സമയം ചിലവഴിക്കുക, അപ്പോൾ അതിനകത്ത് അങ്ങോട്ട് പതുക്കെ ഇൻവോൾവ് ആവുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ബേസിൽ നമുക്ക് അത് നല്ലതേ തരുള്ളൂ. ഈ മിന്നൽ മുരളിയിൽ ബേസിൽ തന്നെ തോന്നിയത് എനിക്ക് കുറച്ചേ ഉള്ളൂ, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ,
അപ്പോൾ ബേസിൽ പറഞ്ഞ് ചേട്ടൻ പോകരുത് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം സീനൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും ദിവസത്തെ ഷൂട്ടിങ് അല്ലേ. അവസാനം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഡബ് ചെയ്യണ സമയത്ത് ബേസിൽ പറഞ്ഞ് കുറഞ്ഞ അത് കുഴപ്പമൊന്നുമില്ല, അതിനെന്താണ്. പക്ഷേ സിനിമ കണ്ടേ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ട്രെയിലർ കണ്ടു. അപ്പോൾ ബേസിൽ തന്നെ തോന്നി. അപ്പോൾ ബേസിൽ എന്നോട് ചേട്ടൻ പാട്ട് പാടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പാട്ട് പാടും, പക്ഷേ വലിയ ഇതൊന്നുമില്ല. അപ്പം ഇടിയും മിന്നൽ തുടങ്ങി തന്നെ ആ പാട്ട് പാടാം. അയ്യോ ഞാൻ അത് പാടണ്ട, അത് നല്ല പാട്ടാണ്, അതാണ് വേറെ ആരെങ്കിലും. അപ്പോൾ ബേസിൽ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറഞ്ഞ് സിനിമയിൽ കുറഞ്ഞു പോയി എന്നുള്ളൊരു ഒരു വിഷമം കൊണ്ടാണ് അന്ന് ഇതിനകത്തേക്ക്. അത്രക്കും നമ്മളെയൊക്കെ അത്രക്കും സ്നേഹിക്കുന്ന ഒരാളാണ്. എല്ലാ സിനിമയിലും ഇതുവരെയായിട്ട് നമുക്ക് ചെറുതെങ്കിൽ ചെറുത് ഒരു സീൻ ഉണ്ടാവും. ഈ കുഞ്ഞിരാമായണത്തെ പറയുമ്പോഴേ, ഈ കുഞ്ഞിരാമായണം നമ്മൾ അതുവരെ കണ്ട സിനിമകളിലൊക്കെ ഈ എന്താ പറയാ മാതൃകകൾ പൊളിക്കായിരുന്നല്ലോ. ഒരു തരത്തിലൊരു മുത്തശ്ശി കഥ പോലെ, ഏതോ യൂണിവേഴ്സിൽ ഏതോ നാട്ടിൽ നടക്കുന്ന പോലെ സിനിമയ്ക്ക് ഭയങ്കര ഫ്രഷ്നസ് ഉണ്ടായിരുന്നു, ക്യാരക്ടേഴ്സിന് ഫ്രഷ്നസ് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിരാമായണം ശരിക്കും ഇപ്പൊ എങ്ങനെ റീകളക്ട് ചെയ്യുന്നത്? ഇപ്പൊ പലരും പറയാറുണ്ട് റിപ്പീറ്റഡ്ലി കാണും സിനിമ. നെസ്രീൻ ഈ അടുത്ത് പറഞ്ഞു ബേസിലിന്റെ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ കുഞ്ഞിരാമായണാണ്, ഇപ്പൊ ടി വി വന്നപ്പോ എല്ലാം കാണും. ഈ കുഞ്ഞിരാമായണം ശരിക്കും അങ്ങനെ ഒരു റിപ്പീറ്റ് വെച്ചുള്ള ബിജുക്കൂട്ടിന് ഒരു പേഴ്സണൽ സിനിമയാണോ? അതെ അതെ, ഞാനിപ്പോൾ അന്ന് പറഞ്ഞില്ലേ ഒരു 13-12 ആ സമയത്ത് വർഷം എനിക്ക് പടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വന്ന പടമാണ് ഇത്, ഈ കുഞ്ഞിരാമായണം. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മറ്റേ ടോണിൽ നിന്നൊക്കെ മാറി സംസാരിച്ചൊരു പടമാണ്. അത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമറാണെങ്കിൽ പോലും ഭയങ്കര ലൗഡല്ല. അപ്പോൾ അതെല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ പടം ഗംഭീര വിജയമായി. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ അത് റിപ്പീറ്റ് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നതാണത്.